പേട്രിയറ്റ് മമ്മൂട്ടി മോഹൻലാലും 18 വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന ചിത്രം മെയ് 1 റിലീസാണ്. ഇനി ഒരാഴ്ച 7 ദിവസം കൂടിയേ ഉള്ളൂ. ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് സെൻസർ ബോർഡ് കത്രിക വെച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇതിലെ പ്രധാനപ്പെട്ട വില്ലന് രാഷ്ട്രീയ നേതാവിന്റെ മകന്റെ പേരുമായിട്ട് സാമ്യമുണ്ടെന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശങ്ങളൊന്ന്. ഇത് റീ എഡിറ്റ് ചെയ്യണം, ഇനി ഇത് സെൻസറിങ് കിട്ടണം, കൃത്യം സമയത്തെല്ലാം കൃത്യമായിട്ട് വരണം. പക്ഷെ ഇതല്ലാന്ന് പറയുന്ന സ്ട്രോങ് റൂമേഴ്സ് എന്ന് പറയുന്നത് പല കഥാപാത്രങ്ങൾക്കും ഇപ്പോഴത്തെ പല പാർട്ടികളിലുമായിട്ട് വളരെ ശക്തമായ സാദൃശ്യമുണ്ടെന്നും കണ്ടന്റ് വൈസും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കണ്ടന്റും ആണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇത് സ്ട്രോങ് ആയിട്ടുള്ള റൂമേഴ്സ് മാത്രമല്ല, നമുക്ക് എവിഡൻസ് ആയിട്ടൊന്നും തെളിയിക്കാനില്ല. എന്തായാലും ജനനായകൻ നമുക്ക് മുന്നിലുള്ളൊരു ചിത്രമാണ്, വിജയുടെ പടമാണ്. നമുക്കറിയാം ജനനായകൻ വല്ലാത്ത അവസ്ഥയിലാണ്. ഇത് റിലീസ് ചെയ്തിട്ടില്ല, ഇനി റിലീസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. ഒരുമാതിരിപ്പെട്ടവരെല്ലാം സിനിമ കണ്ടു കഴിഞ്ഞു. പേട്രിയറ്റിന് എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ലെന്ന് നമുക്ക് 100% വിശ്വസിക്കാം. കാരണം നല്ല ഗംഭീര ഒരു ഡയറക്ടറാണ് മഹേഷ് നാരായൺ. അദ്ദേഹം നല്ല ബുദ്ധിപരമായിട്ടേ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. പിന്നെ മമ്മൂട്ടി മോഹൻലാൽ ഉറപ്പായിട്ടും നല്ല വിഷനുള്ള 2 ആക്ടേഴ്സാണ്. ഇതെല്ലാം ചേർന്ന് ഗംഭീരമായിട്ട് ഇത് റീഎഡിറ്റ് ചെയ്ത് സെൻസർ ചെയ്ത് മെയ് 1 റിലീസാകുമ്പം, കാരണം ഇവർ ഒന്നിക്കുമ്പം പ്രേക്ഷകർ അതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട്, അതുപോലെ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കാവുന്ന ഒരു സിനിമയായിരിക്കും. 3 മണിക്കൂറിനടുത്ത് ഡ്യൂറേഷൻ ഉണ്ട്. എന്തായാലും ഗംഭീര ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും വരാതെ അടിപൊളിയായിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.